വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇന്ന് ഈ ചാപ്റ്ററാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഫ്രഞ്ച് വിപ്ലവം PSC പരീക്ഷകളിലെ എല്ലായ്പ്പോഴും ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം. അതിനു മുൻപ് ഈ ചാനലും വീഡിയോസും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മുൻ വർഷങ്ങളിൽ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789 ജൂൺ 20 ഓർമ്മിച്ചു വെക്കുക. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ? നിങ്ങൾക്കറിയാമോ? ഫ്രാൻസിന്റെ രാഷ്ട്രീയ സ്ഥിരാകേന്ദ്രമായ യൂറോപ്പിലെ പ്രധാന നഗരമായിരുന്നു പാരീസ്. ഫ്രാൻസിന്റെ പാർലമെന്റ് ആയിരുന്നു എസ്റ്റേറ്റ് ജനറൽ. ഈ എസ്റ്റേറ്റ് ജനറലിൻ്റെ മൂന്നാമത്തെ വിഭാഗമായിരുന്നു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. അപ്പോൾ ഇവർക്ക് ഫ്രഞ്ച് പാർലമെന്റ് ആയിട്ടുള്ള എസ്റ്റേറ്റ് ജനറലിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. അതിനെ തുടർന്ന് അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഈ സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ജനങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഫ്രാൻസിൽ ജനങ്ങൾക്ക് പരമാധികാരമുള്ള ഒരു ലിഖിത ഭരണഘടന തയ്യാറാക്കുന്നതുവരെ അവരവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്ന്. ഈ ഭാഗത്ത് നിന്ന് ഓർമ്മിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്: ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789 ജൂൺ 20. ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റ് ജനറൽ. ഫ്രാൻസ് ഭരിച്ചിരുന്ന പ്രധാന രാജവംശമായിരുന്നു ബോർബൺ രാജവംശം. ബോർബൺ രാജവംശമായിരുന്നു പതിറ്റാണ്ടുകളായിട്ട് ഫ്രാൻസ് ഭരിച്ചിരുന്നത്. രാജാധികാരം ദൈവദത്തമാണെന്ന് വിശ്വസിച്ചവരായിരുന്നു ബോർബൺ രാജാക്കന്മാര്. അതുകൊണ്ടാണ് ഫ്രഞ്ച് പാർലമെന്റായ എസ്റ്റേറ്റ് ജനറൽ അവർ വിളിച്ചു ചേർക്കാതിരുന്നത്. ദീർഘകാലമായി അത് വിളിച്ചു ചേർക്കാതെയാണ് അവർ ഭരണം നടത്തിയിരുന്നത്. 1614 എസ്റ്റേറ്റ് ജനറൽ അവസാനമായിട്ട് യോഗം ചേർന്നത്. ഓർമ്മിച്ചു വെക്കുക, ഇതെല്ലാം പ്രസ്താവന തരത്തിൽ ചോദിക്കും. ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്: ഫ്രഞ്ച് പാർലമെന്റ് ആയിട്ടുള്ള എസ്റ്റേറ്റ് ജനറൽ അവസാനമായി യോഗം ചേർന്ന വർഷം 1614. ബോർബൻ രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെയാണ് 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. ഇനി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്: ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. അടുത്തത് ഡിവൈൻ റൈറ്റ് തിയറി അഥവാ ദൈവദത്താധികാര സിദ്ധാന്തത്തെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. ദൈവദത്താധികാര സിദ്ധാന്തം. ദൈവദത്താധികാര സിദ്ധാന്തം അനുസരിച്ച് രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണ്. രാജാക്കന്മാർക്ക് അവരുടെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്നതാണ് ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ദൈവങ്ങളോടാണ് രാജാക്കന്മാർ കടപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ ജനങ്ങളോടല്ല. സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കുന്നവർ ഈ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചവരായിരുന്നു കേട്ടോ. ഫ്രാൻസിലെ ജനങ്ങളുടെ ദുരിതത്തിന് കാരണമായത് ലൂയി 14 തുടർന്ന് അധികാരത്തിൽ വന്ന ലൂയി 15 കാലത്തെ അഴിമതിയും ധൂർത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെതിരെ ജനങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. ലൂയി 16 രാജ്യകാര്യങ്ങളിൽ അത്ര വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭരണകാര്യങ്ങളെല്ലാം അദ്ദേഹം ഏൽപ്പിച്ചത് മന്ത്രിമാരെയായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യ മേരി ആന്റോയിനറ്റ് ഭരണകാര്യങ്ങളിൽ തുടർച്ചയായിട്ട് ഇടപെട്ടിരുന്നു. രാജ്ഞിയുടെ ധാരാളിത്തം ധൂർത്തും രാജാവ് കണ്ടില്ലെന്ന് നടിച്ചു. ഇത് ജനങ്ങൾക്ക് അസംതൃപ്തിയായി. അതുകൊണ്ട് ജനങ്ങൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചു. അടുത്തതായി ഈ ഭാഗത്ത് നിന്ന് നമ്മോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം: പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. ഈ പ്രസ്താവന ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ് ഫ്രഞ്ച് വിപ്ലവം? ഓർമ്മിച്ചു വെക്കുക: പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. 18-ാം നൂറ്റാണ്ടിലാണ് ഈ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. ആ സമയത്ത് ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ടായിരുന്നു തരംതിരിച്ചിരുന്നത്. അവ എസ്റ്റേറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ എസ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം രാജാവിനും അത് കഴിഞ്ഞാൽ പുരോഹിതന്മാർക്കുമായിരുന്നു. പിന്നെ 2ാം എസ്റ്റേറ്റിൽ ലോർഡ്സ്, ലെസർ ലോർഡ്സ് ആണ് ഉൾപ്പെട്ടിരുന്നത്. 3ാമത്തെ എസ്റ്റേറ്റ് കോമൺസ് ആയിരുന്നു. അപ്പോൾ ഈ കോമൺസിന് നേരിട്ട് ഭരണകാര്യങ്ങളിലൊന്നും ഇടപെടാനായിട്ട് സാധിച്ചിരുന്നില്ല. രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരുമാണ് ഭരണകാര്യങ്ങളിൽ നേരിട്ട് ഇടപെട്ടിരുന്നത്. പ്രത്യേകിച്ച് രാജാവിനായിരുന്നു സമൂഹത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്. സമൂഹത്തിലെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലുണ്ടായിരുന്നത് രാജാവായിരുന്നു.
ഫ്രാൻസിലെ ഒന്നാമത്തെ എസ്റ്റേറ്റിനെ കുറിച്ച് നോക്കാം. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ. പുരോഹിതന്മാരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ചെടുത്ത നികുതിയാണ് തിതെ. തിതെ നികുതി എന്ന് പറഞ്ഞാൽ വിളവിന്റെ 10% തിതെ നികുതിയായിട്ട് ഈടാക്കിയിരുന്നത്. അപ്പോൾ ഈ തിതെ നികുതി പിരിച്ചെടുത്തതാരാണ്? പുരോഹിതന്മാരായിരുന്നു. പുരോഹിതന്മാർക്ക് നികുതി നൽകേണ്ട. ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാരാണ്. ഭരണരംഗത്തെ ഉയർന്ന സ്ഥാനമാണ് പ്രഭുക്കൾക്ക് ഉണ്ടായിരുന്നത്. ഉയർന്ന സൈനിക പദവി, ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുക, ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് പ്രഭുക്കന്മാരാണ്. ഭൂമിയുടെ ഉടമകളായിരുന്നു പ്രഭുക്കള്. പ്രഭുക്കന്മാര് ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത്. ഇവരെയും നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പ്രഭുക്കളാണ് ജനങ്ങളിൽ നിന്ന് വിവിധ നികുതികൾ പിരിച്ചെടുത്തത്. 1749 നിയമം അനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിന്റെ 1/20 ഭാഗം സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായിട്ട് നൽകണമായിരുന്നു. ഈ നികുതിയാണ് വോങ്തിയം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഓർമ്മിച്ചു വെക്കുക, വോങ്തിയം. വോങ്തിയം എന്ന് പറയുന്നത് എന്താണ്? 1749 നിയമം അനുസരിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും അവരുടെ വരുമാനത്തിന്റെ 1/20 ഭാഗം സർക്കാരിന് നേരിട്ട് നികുതിയായിട്ട് നൽകണമായിരുന്നു. ഈ നികുതിയാണ് വോങ്തിയം. എന്നാൽ പുരോഹിതരും പ്രഭുക്കളും രാജാവിന് ഒരു ചെറിയ തുക മാത്രം നൽകി തന്ത്രപൂർവ്വം ഈ നികുതിയിൽ നിന്ന് ഒഴിവായിരുന്നു. അപ്പോൾ കാര്യം കൂടെ ഒന്ന് ഓർമ്മിച്ചു വെക്കുക. അടുത്തതായി പ്രഭുക്കൾ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന വിവിധ രീതികൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഒന്നാമത്തത് കോവി. ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശമാണ് കോവി. അടുത്തത് ബെനാലിറ്റി. വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാർ, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ വാടകയാണ് ബെനാലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ബൻവിൻ. തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന്മേലുള്ള കുത്തക നികുതിയാണ് ബൻവിൻ. പിന്നെ പിയേഷ്. പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കമാണ് പിയേഷ്. അടുത്തത് ടെറാഷ്. വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പ്രത്യേക കരമാണ് ടെറാഷ്. അപ്പോൾ ഇതൊക്കെ പ്രഭുക്കന്മാർ സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്ത് പ്രധാനപ്പെട്ട രീതികളിൽ ഉൾപ്പെടുന്നതാണ്. എല്ലാം നികുതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തത് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. മധ്യവർഗം, തൊഴിലാളികൾ, കർഷകർ തുടങ്ങിയ സാധാരണക്കാരാണ് തേർഡ് എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ഫ്രാൻസിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും തേർഡ് എസ്റ്റേറ്റിലായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. രാജാവ്, പള്ളി, പ്രഭു ഇവർക്ക് നികുതി നൽകേണ്ട വളരെ ദുരിതം പിടിച്ച ഒരു ജീവിതമായിരുന്നു തേർഡ് എസ്റ്റേറ്റിലെ സാധാരണക്കാർക്ക് ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്ന കർഷകരൊക്കെ ഉൽപ്പാദിപ്പിച്ചിരുന്ന വിളവിന്റെ ഒരു അംശം മാത്രമാണ് അവർക്ക് ലഭിച്ചിരുന്നത്. പിന്നെ അതായത് ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന സാധാരണക്കാര് രാജാവിനും പള്ളിക്കും പ്രഭുവിനും വ്യത്യസ്തങ്ങളായ നികുതികൾ നൽകാൻ ബാധ്യസ്ഥരായിരുന്നു. അതിനോടൊപ്പം പ്രതിഫലമില്ലാതെ അനേകം നിർബന്ധിത സേവനങ്ങളും പ്രഭുക്കന്മാർക്കും രാജാക്കന്മാർക്കും ഒക്കെ വേണ്ടിയിട്ട് കർഷകരും അതുപോലെ മധ്യവർഗത്തിൽപ്പെട്ട സാധാരണക്കാർ ചെയ്യേണ്ടതായി വന്നു. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ സൈനിക സേവനം നടത്തുക എന്നതും കോമൺസിന്റെ പ്രധാനപ്പെട്ട ജോലിയായിരുന്നു. പിന്നെ പൊതുനിരത്തുകൾ, ജലമാർഗങ്ങൾ, പാലങ്ങൾ തുടങ്ങിയവയുടെ മരാമത്ത് പണികൾക്ക് സൗജന്യ സേവനം നൽകാൻ കോമൺസ് നിർബന്ധിതരായി. അടുത്തതായി ഇവിടെ പ്രത്യേകിച്ച് ഒരു നികുതി പറയുന്നുണ്ട്, അത് പഠിക്കണം. ഗാബൽ. 13-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന നികുതിയായിരുന്നു ഗാബൽ. ഇത് 15-ാം നൂറ്റാണ്ട് മുതൽ ഉപ്പിന് മാത്രമായിട്ട് മാറി. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ഉപ്പിന് മേൽ ചുമത്തിയിരുന്ന നികുതി ഏതാണ്? ഗാബൽ ആയിരുന്നു കേട്ടോ. തികച്ചും ജനവിരുദ്ധമായിട്ടുള്ള നികുതിയായിരുന്നു ഗാബൽ. അടുത്തതായി ഫ്രാൻസിലെ മധ്യവർഗത്തിന്റെ ഉദയത്തെക്കുറിച്ചാണ് പറയുന്നത്. കാർഷിക പുരോഗതിയാണ്, അതുപോലെ വിദ്യാഭ്യാസമൊക്കെയാണ് മധ്യവർഗത്തിന്റെ ഉദയത്തിന് കാരണം. ഭരണത്തിലും സൈന്യത്തിലും അധികാരം മധ്യവർഗത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും മധ്യവർഗത്തിലെ ജനങ്ങൾ പ്രതിഷേധിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നത്. മധ്യവർഗത്തിലെ ഡോക്ടർമാർ, വക്കീലന്മാർ, ബാങ്കർമാർ എന്നിവരൊക്കെ ഉൾപ്പെട്ടിരുന്നു. അപ്പോൾ ഈ മധ്യവർഗവും സാധാരണക്കാരെ പോലെ ഭരണകൂടത്തിനും പ്രഭുക്കൾക്കും നികുതി നൽകണമായിരുന്നു. വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും മുൻപന്തിയിൽ എത്തിയിട്ടും ഭരണത്തിലും സൈന്യത്തിലും അവർക്ക് അർഹിക്കുന്ന പദവിയോ അധികാരമോ ലഭിച്ചിരുന്നില്ല. ചുരുക്കത്തിൽ കടുത്ത അസംതൃപ്തിയോടെയാണ് മധ്യവർഗം കഴിഞ്ഞിരുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൽ മധ്യവർഗത്തിന്റെ പങ്കിനെ കുറിച്ച് വിൽ ആൻഡ് ഏരിയൽ ഡ്യൂറന്റ് ഇവിടെ പറയുന്നുണ്ട്. അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വാസിയുടെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സത്ത. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ്? വിൽ ആൻഡ് ഏരിയൽ ഡ്യൂറന്റ്.
അസംതൃപ്തരായ കർഷക വർഗത്തെ ആയുധമാക്കിക്കൊണ്ട് പൗരോഹിത്യത്തെയും പ്രഭുത്വത്തെയും തകിടം മറിക്കുകയും അസ്വസ്ഥരായ നഗരവാസികളെ കൊണ്ട് രാജകീയ സേനകളെ നിർവീര്യമാക്കുകയും ചെയ്ത ബൂർഷ്വാസികളുടെ പ്രവർത്തനമായിരുന്നു, അല്ലെങ്കിൽ മധ്യവർഗത്തിന്റെ പ്രവർത്തനമായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സത്ത. 1770കളിലാണ് ഫ്രാൻസ് കടുത്ത കാർഷിക പ്രതിസന്ധി നേരിട്ടത്. 1730 മുതൽ 1789 വരെ ധാന്യവില 60% കൂടിയത്. ബ്രിട്ടന്റെ ഇറക്കുമതി തീരുവ കുറയുകയും ഫ്രാൻസിൽ ബ്രിട്ടന്റെ സാധനങ്ങൾ വന്നടിയുകയും ചെയ്തു. ഫ്രാൻസിലെ കരകൗശല വിദഗ്ധരെ ഇത് പ്രതികൂലമായി ബാധിച്ചു. ടാക്സ് അടക്കുന്നതിലെ അസമത്വം മധ്യവർഗമായ ബാങ്കർമാരെ ഗവൺമെന്റിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു. സാധനങ്ങൾക്ക് വില വർദ്ധിച്ചെങ്കിലും കൂലിയിൽ 22% മാത്രമേ വർധനവ് ഉണ്ടായിരുന്നുള്ളൂ. തീറ്റപ്പുല്ലിനുണ്ടായ കടുത്ത ക്ഷാമം കന്നുകാലി സമ്പത്തിൽ വലിയ കുറവുണ്ടാക്കി. ജനസംഖ്യയുടെ 1/3 ഭാഗത്തെ ഈ പ്രശ്നം പ്രതികൂലമായി ബാധിച്ചു. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം ഫ്രഞ്ച് വിപ്ലവത്തിന് ആക്കം കൂട്ടിയ സംഭവങ്ങളാണ്. ധൂർത്തും ആർഭാടവും കാരണം കടം വന്ന് കയറിയപ്പോൾ ബാങ്കർമാരിൽ നിന്ന് വൻ തുകകൾ ലൂയി 16 വായ്പകളായിട്ട് സ്വീകരിച്ചു. സർക്കാർ ഈ വായ്പകൾക്ക് പകരമായി ബോണ്ടുകൾ നൽകിയിരുന്നു. ഫ്രഞ്ച് സർക്കാരിന്റെ ഖജനാവ് ശൂന്യമായത് ബാങ്കർമാരെ വായ്പ നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. രാജ്യത്തെ ജനങ്ങൾക്കെല്ലാവർക്കും നികുതി ഭാരം ഒരേപോലെ ആയിരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. നികുതി ചുമത്തുന്നതിൽ നിലനിന്നിരുന്ന അസമത്വമായിരുന്നു ബാങ്കർമാരടക്കമുള്ള മധ്യവർഗം ഫ്രഞ്ച് ഭരണകൂടത്തിനെതിരെ തിരിയാനുള്ള പ്രധാന കാരണം. അടുത്തതായി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ചിന്തകന്മാരെ കുറിച്ചാണ്. അതിൽ പ്രധാനികളായിരുന്നു റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. വോൾട്ടയറിനെ കുറിച്ച് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ്: ദ ഏജ് ഓഫ് ലൂയി 16 എന്ന കൃതി രചിച്ചത് വോൾട്ടയർ ആണ്. അദ്ദേഹം ഭരണഘടനാപരമായിട്ടുള്ള രാജവാഴ്ചയാണ് പിന്തുണച്ചത്. യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹത്തിന് പ്രാധാന്യം നൽകി പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ച വ്യക്തിയാണ് വോൾട്ടയർ. അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് റൂസോയെ കുറിച്ചാണ് കേട്ടോ. റൂസോയുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ. പ്രധാന കൃതിയാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞ കൃതി എമിലിയാണ്. പിന്നെ സോഷ്യൽ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നാണ് ഈ സോഷ്യൽ കോൺട്രാക്റ്റ് അറിയപ്പെടുന്നത്. ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നും സോഷ്യൽ കോൺട്രാക്റ്റ് അറിയപ്പെടുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകനാണ് റൂസോ. ഇനി റൂസോ പറഞ്ഞ കുറച്ച് കോട്ട്സും കൂടെ നോക്കാം. ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞത് റൂസോയാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് പറഞ്ഞത് റൂസോയാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നത്, എന്നാൽ എല്ലായിടത്തും അവർ ചെങ്ങലയിലാണ്. അങ്ങനെ പറഞ്ഞത് ആരാണ്? റൂസോ. നല്ല നിയമം നല്ല പൗരനെ സൃഷ്ടിക്കുന്നു. ഇത് പറഞ്ഞത് ആരാണ്? റൂസോയാണ്. പ്രകൃതിവാദം അഥവാ പ്രാഗ്മാറ്റിസത്തിനാണ് റൂസോ കൂടുതൽ പ്രാധാന്യം നൽകിയത്. അടുത്തത് മോണ്ടസ്ക്യൂവിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച വ്യക്തിയാണ് മോണ്ടസ്ക്യൂ. വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പിക്കാനായി അദ്ദേഹം ഗവൺമെന്റിന്റെ അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3 തരംതിരിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയാണ് നിയമത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോസ്. ഈ ഗ്രന്ഥം രചിച്ചതാരാണ്? മോണ്ടസ്ക്യൂ ആണ്. 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് എന്ന ബുക്ക് എഴുതിയത് ജോൺ ലോക്കാണ്. അടുത്തതായി നമുക്കിവിടെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഫിസിയോക്രാറ്റുകളെ കുറിച്ചാണ്. ആരാണ് ഫിസിയോക്രാറ്റുകൾ? ഫ്രാൻസിലെ ജനങ്ങളെ സ്വാധീനിച്ചിരുന്ന സാമ്പത്തിക വിദഗ്ധരായിരുന്നു ഫിസിയോക്രാറ്റുകൾ. ഫിസിയോക്രാറ്റിൽ പ്രമുഖരായിരുന്നു ടർഗോ, നെക്കർ തുടങ്ങിയവർ. ലൂയി 16 ഉപദേഷ്ടാവായിരുന്നു ടർഗോ. ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ടർഗോ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. മധ്യവർഗത്തിന്റെ താൽപ്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം സാമ്പത്തിക നയങ്ങൾ ചിട്ടപ്പെടുത്തിയത്. കൃഷിക്ക് പ്രോത്സാഹനം നൽകുക, ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവയായിരുന്നു ഇവയിൽ പ്രധാനപ്പെട്ട നയങ്ങൾ. ഈ പരിഷ്കാരങ്ങളൊക്കെ ഒരു പരിധിവരെ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയെങ്കിലും മാരി ആന്റോയിനറ്റ് ചെലവ് ചുരുക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഈ ടർഗോ രാജ്ഞിയുമായിട്ട് ശത്രുതയിലാവുകയും രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം ലൂയി 16 ടർഗോയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടു. അതിനു പകരം പുതിയ ഉപദേഷ്ടാവായിട്ട് വന്നത് നെക്കറാണ്. ടർഗോയുടെ പരിഷ്കരണം തുടരുവാനാണ് നെക്കർ തീരുമാനിച്ചത്. എന്നാൽ ദേശീയ സഭയുടെ എതിർപ്പും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധവും കാരണം അദ്ദേഹത്തെ പുറത്താക്കപ്പെട്ടു. അതുപോലെ തന്നെ തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾക്കും ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സാധിച്ചില്ല. ഗത്യന്തരമില്ലാതെ നെക്കറെ തിരികെ വിളിക്കാൻ രാജാവ് നിർബന്ധിതനാകുകയാണ് ചെയ്തത്. പിന്നെ അക്കാലത്ത് യുദ്ധത്തിന് ആക്കം കൂട്ടിയിട്ടുള്ളത് സലോണുകൾ, അതുപോലെ കോഫി ഹൗസുകളൊക്കെ കേട്ടോ. ഇവിടെയൊക്കെ ധാരാളം ഫിലോസഫേഴ്സൊക്കെ വന്ന് ചർച്ചകളൊക്കെ നടത്തുമായിരുന്നു. അതൊക്കെ ആളുകൾക്ക് പ്രചോദനമായിട്ടുണ്ട്. അത് എന്തിന് വഴിവെച്ചിട്ടുണ്ട്? ഫ്രഞ്ച് വിപ്ലവത്തിന്.
നെക്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് ലൂയി 16 ഫ്രഞ്ച് പാർലമെന്റായ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത്. കാരണം ഒരുപാട് നികുതി ആവശ്യമായി വന്നു. എന്തിനാണ് നികുതി? യൂറോപ്പിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി, പ്രത്യേകിച്ച് ഫ്രാൻസിന്റെ. 175 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും എസ്റ്റേറ്റ് ജനറൽ വിളിച്ചത്. ഫ്രഞ്ച് സൊസൈറ്റിയെ പോലെ തന്നെ എസ്റ്റേറ്റ് ജനറലിനെ 3ആയിട്ട് വിഭജിച്ചിരുന്നു. ഈ 3 എസ്റ്റേറ്റുകളും പ്രത്യേകം ഹാളുകളിലാണ് സമ്മേളിച്ചിരുന്നത്. പുരോഹിതന്മാര് വളരെ കുറവായിരുന്നു. 285 അംഗങ്ങളായിരുന്നു അവരുണ്ടായിരുന്നത്. പിന്നെ ഫ്രഞ്ച് ജനസംഖ്യയിലെ ഏകദേശം 1,40,000 മാത്രമായിരുന്നു പ്രഭുക്കള്. അവരുടെ പ്രതിനിധി സഭയിൽ 308 അംഗങ്ങളായിരുന്നു. പിന്നെ ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ സാധാരണക്കാരായിരുന്നു. അപ്പോൾ സാധാരണക്കാരുടെ പ്രതിനിധി സഭയിൽ 621 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 1ഉം 2ഉം എസ്റ്റേറ്റുകളിലെ അംഗത്വം പരമ്പരാഗതമായിരുന്നു. എന്നാൽ 3ആം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നതായിരുന്നു നിലനിന്നിരുന്ന രീതി. ആദ്യത്തെ 2 സഭകളും ഇതിനെ പിന്തുണച്ചു. 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ഒത്തുചേർന്നാൽ ഭൂരിപക്ഷം ഉറപ്പാക്കി അവർക്ക് ഭരണകൂടത്തെ നിയന്ത്രിക്കാമെന്നതായിരുന്നു ഇതിൻ്റെ കാരണം. തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗങ്ങളുടെ ആവലാതികളും ആവശ്യങ്ങളുമായി എത്തിച്ചേർന്നവരായിരുന്നു 3ആം എസ്റ്റേറ്റിലെ എല്ലാ പ്രതിനിധികളും. എന്നാൽ രാജാവായ ലൂയി 16 ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നില്ല. പാർലമെന്ററി സമ്പ്രദായത്തെക്കുറിച്ച് രാജാവിന് വേണ്ടത്ര പരിജ്ഞാനമില്ലാത്തതായിരുന്നു ഇതിൻ്റെ ഒരു പ്രധാന കാരണം. അടുത്തതായി ഇവിടെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 1789 ജൂൺ 17 3ആം എസ്റ്റേറ്റിലെ അംഗങ്ങളായിട്ടുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ അവരാണെന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തു. 3ആം എസ്റ്റേറ്റിൻ്റെ പ്രതിനിധികൾ 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യത്തെ 2 സഭകളും ഇതിനോട് അനുകൂലിച്ചില്ല. ഇതേ തുടർന്നാണ് ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചത്. ഉപരിസഭകളുടെ പിന്തുണയോടെ ലൂയി 16 ഈ സഭ വിളിച്ചിരുന്ന ഹാൾ അടച്ചിടുകയും പട്ടാള കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ജൂൺ 20 യാങ് സിവിലിയൻ ബൈലി, അബേസിയസ്, മിറാബോ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ടെന്നീസ് കോർട്ടിൽ 3 എസ്റ്റേറ്റിലെ പ്രതിനിധികൾ സമ്മേളിച്ചു. ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാക്കുന്നതുവരെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. ഇത് പിൽക്കാലത്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ ഭാഗത്ത് ഓർമ്മിച്ചു വെക്കേണ്ട പോയിന്റ്, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? യാങ് സിവിലിയൻ ബൈലി, അബേസിയസ്, മിറാബോ. അടുത്തത് ബാസ്റ്റിൽ കോട്ടയുടെ പതനമാണ്. 1789 ജൂലൈ 14 ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ കോട്ട തകർത്തത്. ബാസ്റ്റിൽ ജയിലിൻ്റെ തകർച്ചയാണ് ഫ്രഞ്ച് റവല്യൂഷന് കാരണമായത്. ജൂലൈ 14 ഫ്രഞ്ച് നാഷണൽ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ബാസ്റ്റിൽ കോട്ട തകർന്നതിനു ശേഷം ഫ്രാൻസിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലും അക്രമങ്ങൾ അരങ്ങേറി. നികുതി പിരിവുകാരും ജനങ്ങളുടെ കോപത്തിന് ഇരയായി. ജനരോഷം ഭയന്ന ലൂയി 16 ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകി. ഇപ്പോൾ ദേശീയ സഭ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ്: 1. അടിമത്തം നിർത്തലാക്കി. പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു. ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കി. അധികമായി ചുമത്തിയിരുന്ന നികുതികൾ റദ്ദാക്കി. ഫ്രാൻസിൽ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1789 ഓഗസ്റ്റ് 12 റൂസോയുടെ ആശയങ്ങളാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. അതിന് കാരണം ഭക്ഷ്യക്ഷാമം, അതുപോലെ ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി 16 നയങ്ങളുമാണ് സ്ത്രീകളെ പ്രക്ഷോഭത്തിന് ഇറങ്ങാൻ പ്രേരിപ്പിച്ച ഘടകം. ആയിരക്കണക്കിന് സ്ത്രീകളാണ് ചൂൽ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാമഗ്രികളും വാള്, കുന്തം, തോക്ക് എന്നിവയും കയ്യിലേന്തി ബൂർബൻ രാജാക്കന്മാരുടെ വസതിയായ പാരീസിലെ വേഴ്സായി കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു. അവരോടൊപ്പം വലിയൊരു ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. രാജാവിനെയും കുടുംബത്തെയും അവർ നിർബന്ധപൂർവ്വം പാരീസിലേക്ക് കൊണ്ടുവന്നു. ഗത്യന്തരമില്ലാതെ ദേശീയ സഭയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാമെന്ന് ലൂയി 16 ഉറപ്പുകൊടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കാറുണ്ട്, ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ആരായിരുന്നു ഫ്രാൻസ് ഭരിച്ചിരുന്നത്? ലൂയി 16. വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച വ്യക്തിയാണ് ഒളിമ്പ് ദെ ഗുഷ്. ഒളിമ്പ് ദെ ഗുഷാണ് വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയത്. സ്ത്രീയുടെയും പൗരന്മാരുടെയും അവകാശ പ്രഖ്യാപനം എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ പുരുഷന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ സ്ത്രീകൾക്കും ലഭിക്കണമെന്ന് പറയുന്നുണ്ട്. സ്ത്രീകളുടെ സമത്വത്തിന് വേണ്ടി പ്രവർത്തിച്ച മറ്റൊരു നേതാവായിരുന്നു ഴാങ് റോളണ്ട്. മാഡം ഴാങ് റോളണ്ട്. ഈ ഭാഗത്ത് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റ്, ഒന്ന് ബ്രീച്ചുകളും അതുപോലെ തന്നെ
പാന്റലോണുകളുമാണ്. ബ്രീച്ച് എന്ന് പറയുന്നത് ഒരു ഡ്രസ്സാണ്. അത് ഫ്രാൻസിലെ ഉന്നത കുല ജാതരായിട്ടുള്ള ആളുകളാണ് ധരിച്ചിരുന്നത്. കാൽമുട്ട് വരെ ഇറക്കമുള്ള പാൻറ് പോലുള്ള ഒരു ഡ്രസ്സാണ് ബ്രീച്ചുകൾ. അതുപോലെ അതിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാന്റലൂൺ എന്ന നീളൻ ട്രൗസറുകൾ ധരിക്കാൻ തുടങ്ങിയത്. ഇവരെ സാൻസ്കുലോട്ടുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. വിപ്ലവത്തെ അനുകൂലിച്ചുള്ള പ്രതീകമായിട്ട് അക്കാലത്ത് പാന്റലോൺ പാൻറ്റുകൾ മാറിയിട്ടുണ്ട്. ഫ്രീജിയൻ തൊപ്പി വിപ്ലവത്തിൻ്റെ പ്രതീകമായിരുന്നു. അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലാളികൾ ചുവപ്പ് നിറമുള്ള ഫ്രീജിയൻ തൊപ്പി ധരിച്ചത്. അപ്പോൾ ഫ്രീജിയൻ തൊപ്പിയുടെ നിറം എന്താണ്? ചുവപ്പ് കളറാണ്. പിന്നെ പാന്റലോൺ പാൻറ് ഓർമ്മിച്ചു വെക്കുക. ഉന്നത കുലജാതർ ധരിച്ചിരുന്നത് ബ്രീച്ചുകൾ എന്ന് പറയുന്ന ഡ്രസ്സാണ്. സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യത ഉള്ളവരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും. ഇതെവിടെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? ഫ്രാൻസിന്റെ ഭരണഘടനയുടെ ആമുഖത്തിൽ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യ കടം കൊണ്ടത് ഫ്രാൻസിൽ നിന്നാണ്. 1789 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന ഫലങ്ങളിലൊന്നായിരുന്നു മനുഷ്യാവകാശ പ്രഖ്യാപനം. അതിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്: സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത്. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിന് ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എവിടെയാണ് പറയുന്നത്? ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ. അതുപോലെ ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് നിരവധി പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. അവയിൽ പ്രധാനപ്പെട്ടവ: രാജ്യത്താകമാനം ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി. അസൈനാറ്റ് എന്ന് പറയുന്നത് ഒരു കറൻസിയാണ് കേട്ടോ, കടലാസ് കറൻസി. അത് പുറത്തിറക്കി. മതമേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്ന സ്വത്തുകൾ കണ്ടുകെട്ടി. പൂർണ്ണമായ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. പുരോഹിതർ ഗവൺമെൻറ്റിൻ്റെ ശമ്പളം പറ്റുന്നവരായി മാറി. ഇവിടെ അസൈനാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയുടെ പേരാണ് അസൈനാറ്റ്. ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും ദേശീയ കടം വീട്ടാനുമുള്ള ബോണ്ടും പണവുമായി ഇതിനെ ഉപയോഗിക്കുവാൻ തീരുമാനിക്കുകയുണ്ടായി. കാലക്രമേണ ഗവൺമെൻറ് അതിൻ്റെ ചെലവുകൾ വഹിക്കുന്നതിനായി അമിതമായ അളവിൽ അസൈനാറ്റ് അച്ചടിച്ചിറക്കാൻ തുടങ്ങി. ഇത് വൻതോതിലുള്ള പണപ്പെരുപ്പം കാരണം കറൻസിയുടെ ദ്രുതഗതിയിലുള്ള മൂല്യത്തകർച്ചയ്ക്കും കാരണമായി. 1796 ആയപ്പോഴേക്ക് അസൈനാറ്റിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അസൈനാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കടലാസ് കറൻസി. അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് 1792 ദേശീയ സഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണസമിതി നിലവിൽ വന്നത്. നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. പിന്നീട് ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിന്റെ ഭരണ നേതൃത്വം ഏറ്റെടുത്തത് ജാക്കോബിനുകളാണ്. യൂറോപ്പിലെ പ്രബല ശക്തികളായ ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ സ്ഥിതിവിശേഷം നേരിടുന്നതിനു വേണ്ടി പൊതുരക്ഷാ കമ്മിറ്റി അഥവാ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി രൂപീകരിച്ചു. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഭീകരമായ ഭരണമാണ് പാരീസിൽ അരങ്ങേറിയത്. പാരീസ് നഗരത്തിൻ്റെ ഭരണം ഡാന്റൺ, ഹെർബർട്ട്, മരാട്ട്, റോബസ്പിയർ എന്നിവരുടെ കൈകളിലായിരുന്നു. അടുത്തതായി ഇവിടെ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് സെപ്റ്റംബർ കൂട്ടക്കൊല ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1500ഓളം പേരെയാണ് പാരീസിലെ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തിയത്. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് ഗില്ലറ്റിനാണ്. ഗില്ലറ്റിൻ ഉപയോഗിച്ചിരുന്ന കാലത്തെ ഭീകരവാഴ്ചയുടെ കാലം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അടുത്തത് ആരായിരുന്നു ജാക്കോബിനുകൾ? ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിരുന്നു. ജാക്കോബിൻ കോൺവെന്റിലാണ് ഇവർ ആദ്യകാലത്ത് യോഗം ചേർന്നിരുന്നത്. അതിനാലാണ് ഇവർ ജാക്കോബിനുകൾ എന്നറിയപ്പെട്ടത്. ജാക്കോബിനുകളുടെ നേതാവ് റോബസ്പിയർ ആയിരുന്നു. ജാക്കോബിനുകളെ കൂടാതെ ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രധാന വിഭാഗമായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ. ഫ്രാൻസിന്റെ തെക്ക് പടിഞ്ഞാറുള്ള ജിറോണ്ട് പ്രദേശത്ത് നിന്നും വന്ന ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ വ്യാപാരികളായ ഉന്നതവർഗക്കാരുടെ പ്രതിനിധികളായിരുന്നു. അടുത്തതായി വിപ്ലവ കലണ്ടർ എന്താണെന്നതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്നത് ഗ്രിഗറിയൻ കലണ്ടർ ആയിരുന്നു. അതിന് പകരമായി 1793 ഒക്ടോബറിൽ നിലവിൽ വന്ന കലണ്ടറാണ് വിപ്ലവ കലണ്ടർ.
വിപ്ലവ കലണ്ടർ തുടങ്ങുന്നത് ഫ്രാൻസ് റിപ്പബ്ലിക്കായി മാറിയ 1792 സെപ്റ്റംബർ 22-നാണ്. ഈ കലണ്ടറിൽ 7 ദിവസങ്ങളുള്ള ആഴ്ചകൾക്ക് പകരം 10 ദിവസങ്ങൾ വീതമുള്ള 3 ദശകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ കലണ്ടർ പൂർണ്ണമായും ഒരു മതേതര കലണ്ടറായിരുന്നു. വിപ്ലവത്തിന്റെ 12-ാം വർഷം വരെ, അതായത് 1801 വരെയാണ് ഈ കലണ്ടർ ഫ്രാൻസിൽ പ്രചാരത്തിലിരുന്നത്. അടുത്തത് ഗില്ലറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത്, അതായത് 1789 മുതൽ 1799 വരെ കൂടുതൽ പേരെ പെട്ടെന്ന് ശിരച്ഛേദം, അതായത് തൂക്കിലേറ്റുന്നതിന് പകരം ഉപയോഗിച്ചിരുന്നതാണ് ഗില്ലറ്റിന്. അപ്പോൾ ഇത് എന്താ പറയുക, ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം കണ്ടെത്തിയത് ജോസഫ് ഇഗ്നാസ് ഗില്ലോട്ടാണ്. അതുകൊണ്ടാണ് ഇതിന് ഗില്ലറ്റിൻ എന്ന പേര് കൊടുത്തത്. ലൂയി 16 രാജാവിനെയും മേരി ആന്റോയിനറ്റ് രാജ്ഞിയെയും ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് വധിച്ചത്. ഭീകരവാഴ്ചയുടെ കാലത്ത് വിപ്ലവ നേതാവായിരുന്ന റോബസ്പിയറിനെയും ഗില്ലറ്റിന് വിധേയമാക്കിയിട്ടുണ്ട്. ഭീകരവാഴ്ച അവസാനിച്ച ശേഷം 1795-ലാണ് ഫ്രാൻസിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നത്. ഇത് പ്രകാരം 5 അംഗങ്ങൾ അടങ്ങിയ സമിതിയാണ് ഭരണം നിർവഹിച്ചത്. ഈ ഭരണ സംവിധാനം ഡയറക്ടറി എന്നാണ് അറിയപ്പെട്ടത് കേട്ടോ. അടുത്തത് നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും പ്രകടമായ ഫലം എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയാണ്. കൂടാതെ ഏകീകൃത അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നു. ആധുനിക ദേശീയത എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സംഭാവനയാണ്. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് രാജവംശത്തിലൂടെ അല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാക്കാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. രാഷ്ട്രം എന്ന സങ്കല്പം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ഫ്രാൻസ് എന്നത് ഒരു ഭൂപ്രദേശം മാത്രമല്ല, ഫ്രഞ്ച് ജനത ഒന്നാകെയാണ് എന്ന ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു. ദേശീയതയ്ക്കൊപ്പം വളർന്ന മറ്റൊരാശയമാണ് ജനാധിപത്യ ഭരണക്രമം. ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനായത്ത ഭരണത്തിന് അടിത്തറയിട്ടതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. 19-20 നൂറ്റാണ്ടുകളിലെ ഏഷ്യയിലും ആഫ്രിക്കയിൽ നടന്ന ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളെയും ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നെപ്പോളിയനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫ്രാൻസിന്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വച്ചു. ഫ്രാൻസിൽ നിലവിലിരുന്ന ഡയറക്ടറിയെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ വാക്കുകളാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു കൊട്ടേഷൻ തന്നിട്ട് ഇത് ആര് പറഞ്ഞതാണെന്ന് ചോദിക്കും. ആരാണ്? ഫ്രാൻസിന്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു, ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വെച്ചു. ഇങ്ങനെ പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു നെപ്പോളിയൻ. ഡയറക്ടറിക്ക് പകരം 3 കോൺസൽമാർ അടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനമാണ് നെപ്പോളിയൻ ആവിഷ്കരിച്ചത്. അടുത്തത് നെപ്പോളിയന്റെ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളും മാറ്റങ്ങളും നോക്കാം. 1. നിയമ പരിഷ്കാരങ്ങൾ. നെപ്പോളിയന്റെ നിയമസംഹിത ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും സമത്വവും മതസ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ചെയ്തു. നെപ്പോളിയന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭരണപരിഷ്കാരം കൺകോർഡേറ്റ്. നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടാക്കിയ കരാറായിരുന്നു കൺകോർഡേറ്റ്. പോപ്പുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു. കൂടാതെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു. അടുത്തത് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. നെപ്പോളിയൻ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടു. ലിസെയ് എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ നെപ്പോളിയൻ ബോണപ്പാർട്ട് സ്ഥാപിച്ച സ്കൂളുകളാണ് ലിസെ. ലിസെ വിദ്യാലയം സ്ഥാപിച്ചതിന്റെ പ്രധാന ഉദ്ദേശ്യം സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ദേശീയ സർവകലാശാല സമ്പ്രദായം ആരംഭിച്ചു നെപ്പോളിയൻ. ഈ സംവിധാനത്തിലൂടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിച്ചു. അടുത്തത് നെപ്പോളിയൻ ബോണപ്പാർട്ട് നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുകയും ഏകീകൃത കറൻസി സംവിധാനം നടപ്പിലാക്കുകയും ചെയ്തു. അടുത്തത് നെപ്പോളിയൻ ബോണപ്പാർട്ട് നടപ്പിലാക്കിയ സൈനിക പരിഷ്കാരങ്ങൾ. സൈന്യത്തെ പല ബറ്റാലിയനുകളാക്കി പുനഃസംഘടിപ്പിച്ചു. നെപ്പോളിയന്റെ ഭരണകാലത്ത് നിരവധി യുദ്ധങ്ങൾ ഫ്രാൻസിൽ നടന്നിട്ടുണ്ട്. ഓസ്ട്രിയ, പ്രഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. നെപ്പോളിയന്റെ മുഖ്യ ശത്രു ബ്രിട്ടനായിരുന്നു. സൈനിക ശക്തി കൊണ്ട് ബ്രിട്ടനെ നേരിടാൻ കഴിയില്ല എന്ന് നെപ്പോളിയന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനുള്ള പദ്ധതികളാണ് നെപ്പോളിയൻ ആവിഷ്കരിച്ചത്. ഇതിനായി ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു കോണ്ടിനെന്റൽ വ്യവസ്ഥ.
ഇത് പ്രകാരം ഫ്രാൻസിന്റെ അധീനതയിലുള്ളതോ ഫ്രാൻസുമായി സൗഹൃദത്തിലുള്ളതോ ആയ രാജ്യങ്ങളെ ബ്രിട്ടനുമായുള്ള വ്യാപാരത്തിൽ നിന്ന് വിലക്കി. ഇതിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ നെപ്പോളിയന് കഴിഞ്ഞില്ല. മാത്രമല്ല ബ്രിട്ടനുമായുള്ള തുടർച്ചയായ യുദ്ധങ്ങളിലേക്കും ഇത് നയിച്ചു. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ നെപ്പോളിയനുമേൽ അന്തിമ വിജയം നേടി. അപ്പോൾ വാട്ടർലൂ യുദ്ധം നെപ്പോളിയനുമായിട്ട് നടന്നതാണ്. നെപ്പോളിയൻ ബ്രിട്ടനുമായിട്ട് നടത്തിയ യുദ്ധം 1815. ഈ മാപ്പ് കണ്ടോ? ഈ മാപ്പിൽ കാണുന്ന ആഷ് കളറുള്ള സ്ഥലങ്ങളാണ് നെപ്പോളിയന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ കേട്ടോ. നെപ്പോളിയന്റെ പരാജയത്തിന് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ 1815 ഓസ്ട്രിയയിലെ വിയന്നയിൽ യോഗം ചേർന്ന് ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഇത് വിയന്ന സമ്മേളനം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ വിയന്ന സമ്മേളനം നടന്ന വർഷം 1815 ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ചാണ് നടന്നത്. ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഓസ്ട്രിയൻ ചാൻസലറായിരുന്ന മെറ്റോണിച്ച് ആയിരുന്നു. മെറ്റോണിച്ചിൻ്റെ നേതൃത്വത്തിലാണ് 1815 വിയന്ന സമ്മേളനം നടന്നത്. യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം അവസാനിക്കാൻ കാരണം വിയന്ന സമ്മേളനമാണ്. വിയന്ന സമ്മേളനത്തിൻ്റെ പ്രധാന തീരുമാനങ്ങൾ യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക, ഫ്രാൻസിൽ ബൂർബൺ രാജഭരണം പുനഃസ്ഥാപിക്കുക, ബ്രിട്ടന്റെ നാവിക മേധാവിത്വം റഷ്യയുടെ കീഴിൽ യൂറോപ്പിലെ ആധിപത്യം അംഗീകരിക്കുക, മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക തുടങ്ങിയവയായിരുന്നു. അതുപോലെ ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടത് ആരാണ്? സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടത്? ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷുകാരുമായി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മൈസൂർ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. അദ്ദേഹം ഭരണത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ശ്രീരംഗപട്ടണത്താണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടത്. സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതിലൂടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവാശയങ്ങളോടുള്ള തൻ്റെ ആഭിമുഖ്യം ബ്രിട്ടീഷ് വിരോധവും പ്രകടമാക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ മരം നടുമ്പോൾ അതിനകത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രീജിയൻ തൊപ്പികളും തൂക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിപ്പോയി. ഇപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്